അനിതര സാധാരണമായ ആവിഷ്കാര മികവോടെ മലയാള സിനിമയ്ക്ക് ജനപ്രിയ ചിത്രങ്ങൾ ഏറെ സമ്മാനിച്ച സംവിധായക പ്രതിഭ. 60കളുടെ അവസാനത്തിൽ കലാസംവിധായകനായും ഛായാഗ്രാഹക സഹായിയായും സഹസംവിധായകനായും പ്രവർത്തിച്ചു തുടങ്ങിയ ഇരിപ്പം വീട് ശശിധരൻ 27-ാം വയസ്സിൽ ഉത്സവം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി 100-ലേറെ സിനിമകൾ ഒരുക്കിയ അദ്ദേഹം അവളുടെ രാവുകൾ എന്ന തന്റെ ചിത്രത്തിലെ നായികയായ സീമയെ ജീവിത സഖിയാക്കി. തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുന്നതിനോടൊപ്പം നായകന്മാർ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരെയുള്ള ഒരുപാട് ആളുകളായി 100-ലധികം ആളുകളെ ഒറ്റ ഫ്രെയിമിൽ ഉൾക്കൊള്ളിച്ച സംവിധായകൻ. വിദേശ രാജ്യങ്ങളിൽ ആദ്യമായി മലയാള സിനിമയുടെ ചിത്രീകരണത്തിന് അരങ്ങൊരുക്കിയ ഈ സൂപ്പർ ഡയറക്ടർ 1977 എന്നൊരു ഒറ്റ വർഷം 12ഓളം സിനിമകൾ സംവിധാനം ചെയ്ത് മറ്റൊരു സംവിധായകനും എളുപ്പത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത പ്രതിഭാവിലാസം പ്രകടിപ്പിച്ചു. മലയാള സിനിമയുടെ ചരിത്ര വിഹായസിൽ അനുസ്യൂതം തിളങ്ങുന്ന അനശ്വര നക്ഷത്രം. ഓർമ്മയിലെന്നും IV ശശി. ഓർമ്മയിലെന്നും IV ശശി എന്ന ഈ ലക്കത്തിൽ നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ശശി സാറിന്റെ ജീവിതത്തിൽ. സ്ത്രീപക്ഷം, സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വാക്കുകളൊക്കെ വർത്തമാനകാലത്തിൽ കൂടുതലായി ഉപയോഗിക്കുന്നതിനും എത്രയോ കൊല്ലങ്ങൾ മുമ്പ് തന്നെ അത്തരത്തിലൊരു ഗംഭീര സിനിമ അവളുടെ രാവുകൾ ആ ചിത്രത്തിൽ നായികയായി എത്തി. പിന്നീട് IV ശശി സാറിന്റെ ജീവിതത്തിലെ നായികയായി മാറിയ ഒരാൾ. നിരവധി ചിത്രങ്ങളിലൂടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട അഭിനേത്രി. സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സീമ ചേച്ചി. വലിയ സന്തോഷം ചേച്ചിയുടെ ഈ സാന്നിധ്യത്തിൽ. കുറച്ച് നാളുകൾക്ക് മുമ്പ് അനശ്വര നടൻ ജയൻ അദ്ദേഹത്തിന്റെ എപ്പിസോഡ് ഇവിടെ വന്നപ്പം, പിന്നീട് അതിന്റെ ഒരു ഡിജിറ്റൽ സ്പേസിൽ അത് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നത്, അയ്യോ ഈ എപ്പിസോഡിൽ സീമ ചേച്ചി വരേണ്ടതായിരുന്നു, സീമ ചേച്ചിയായിരുന്നു വരേണ്ടത് എന്നാണ്. പക്ഷെ ഞങ്ങൾ പ്രിസർവ് ചെയ്ത് വെച്ചത് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹം, അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ശശിയേട്ടന്റെ എപ്പിസോഡിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് സീമ ചേച്ചി നമ്മുടെ എപ്പിസോഡിൽ നിന്ന് എത്തിയത്. നമ്മൾ പലതവണ മാറ്റിവെച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നും വളരെ പാടുപെട്ട് ക്ഷണം സ്വീകരിച്ചെത്തിയതാണ് സീമ ചേച്ചി. ഒരിക്കൽ കൂടി സീമ ചേച്ചിയോടുള്ള നന്ദി പറയുന്നു. നന്ദിയുണ്ട്. ആദ്യം ഞാൻ ജയേട്ടന്റെ ഷോന് വരാതിരുന്നത് മനഃപൂർവ്വമല്ല, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. എനിക്കറിയായിരുന്നു, ഞങ്ങൾ വിളിച്ചിരുന്നു, അന്ന് വിദേശത്തായിരുന്നു, അതുകൊണ്ടാണ് എത്താൻ പറ്റാഞ്ഞത്. എങ്കിലും നമുക്ക് അതിനൊരു സോറി ചോദിക്കുകയാണ്. ജയേട്ടന്റെ എനിക്ക് പങ്കുവെക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഓർമ്മകളിൽ അതെ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ള ഒരാളാണ്. തിരിച്ച് നമുക്ക് ശശിയേട്ടനിലോട്ട് വരുമ്പോൾ, ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു അവളുടെ രാവുകൾ എന്ന ചിത്രത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീപക്ഷം, സമൂഹം കൽപ്പിക്കുന്ന ശരി തെറ്റുകൾ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമൊക്കെ. അന്ന് ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു കാലത്തിൽ ആ സിനിമ ഒരു വിപ്ലവമാണ്. അതിനുള്ളൊരു ധൈര്യം വേണം. അതിൽ അഭിനയിക്കാനുള്ള സീമ ചേച്ചിയുടെ ധൈര്യം സ്വന്തമായിരുന്നോ, ശശി സാറ് തന്ന ധൈര്യമാണോ? അല്ല, അത് അന്ന് ഇത് ഈ ഒരു കഥാപാത്രം എന്താന്നുള്ളത് പോലും എനിക്കറിയില്ലായിരുന്നു. ഓ, ഇത് അവളുടെ രാവുളിന് മുമ്പ് തന്നെ ലവ് തുടങ്ങി. ഓ, നിങ്ങൾ തമ്മിൽ? അതെ, അത് ഈ മനോര തിരുന്നുള്ള പടത്തില് അങ്ങനെ ലവ് തുടങ്ങി. അപ്പൊ അതിലൊരു ഡാൻസ് ആയിരുന്നു. ഞാൻ ഡാൻസ് ചെയ്യും, ഹരിഹരൻ സാർ പാട്ട് പാടും. അപ്പൊ അതില് അഭിനയിച്ചപ്പോ അങ്ങ് കുറച്ച് ലവ് അങ്ങ് തുടങ്ങി. അപ്പം അത് തീരുമ്പം ശശിയേട്ടന് കൂടുതൽ എന്നോട് സ്നേഹം തോന്നി. അപ്പം പുള്ളി ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു നടിയാക്കുമെന്ന്. അതെന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനത് മൈൻഡ് ചെയ്യാതങ്ങ് വന്നു. ബിക്കോസ് എനിക്ക് നടിയാവണമെന്നുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഡാൻസാണ് എനിക്ക് ഒരു കമ്പം. അന്ന് അങ്ങ് ചെന്നൈയിൽ വന്നപ്പം എനിക്ക് ലവാണല്ലോ പുള്ളി. അതൊരു ലവിന്റെ ഓഫറായിട്ടും വേണേ തോന്നാം ആ സമയത്തല്ലേ?
അങ്ങനെ പ്രണയം തോന്നുമ്പോ നമ്മൾ പറയുമല്ലോ, നിന്നെ ഞാൻ അങ്ങനെ ആക്കും, അങ്ങനെ 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 ഒരു അല്ല. പൈങ്കിളി ലവ് അല്ല. അങ്ങനെ ഒരു വ്യക്തിയല്ല പുള്ളിക്കാരൻ. അങ്ങനെ ഒന്നും ലവ് ഒന്നും ചെയ്യാനൊന്നും അറിയില്ല. അപ്പോ ഞാനങ്ങ് പോയി. അപ്പൊ ഇതെല്ലാം അടുത്താണ്, നമ്മളെ വീടും ശശിയേട്ടൻ്റെ ഓഫീസൊക്കെ അടുത്താണ്, മുരളി മൂവീസൊക്കെ. അപ്പം ഞാനൊരു ദിവസം കയറി പോന്നു അവിടെ ഒരു കുട്ടീനെയും വെച്ചിട്ട്. അപ്പോൾ ശശിയേട്ടൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. അവനല്ല കാണാൻ വന്നു എന്ന് പറഞ്ഞു. കണ്ടില്ല പോന്ന് പറഞ്ഞു. ഞാൻ ഇതെന്ത് ഈ മനുഷ്യൻ അവിടെ നന്നായി ഉണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും ഈ കുഴപ്പം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. പിന്നീട് ഒരു പിറ്റേ ദിവസം വിളിച്ചിട്ട്, നീ ഒന്ന് വരുമോ അവിടെ നിന്ന്? വരാമെന്ന് പറഞ്ഞു. പോയപ്പം എനിക്ക് എന്നെ ഒന്ന് മേക്കപ്പ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ എന്ന് പറഞ്ഞു. എടുത്തു. ഇത് രാവിലെ എടുക്കുന്നത്. രാവിലെ എടുത്തിട്ട് ഉച്ചയായപ്പോൾ ശശിയേട്ടൻ പറഞ്ഞു, ഒന്നും കൊള്ളൂല, സ്റ്റിൽസ് ഒന്നും കൊള്ളൂല എന്ന് പറഞ്ഞു. ആ സ്റ്റിൽസിൽ എവിടെയോ ഒരെണ്ണം നന്നായിരുന്നു. അപ്പം നീ എന്താ രാവിലെ എണ്ണയൊക്കെ വെച്ചിട്ട് വന്ന തലയിൽ? ഞാൻ പറഞ്ഞു ഒന്ന് തലയൊക്കെ വാഷ് ചെയ്തിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. എന്താണ് തലയൊക്കെ വൈകുന്നേരം വാഷ് ചെയ്തിട്ട് പോയപ്പം പുള്ളി തന്നെ സ്റ്റിൽസ് എടുത്തു. ആ സ്റ്റിൽസാണ് ഈ അവളുടെ രാവുകളുടെ ആ ഷർട്ട് ഇട്ടിട്ടുള്ള ആ സ്റ്റിൽസ്. അതെടുത്തപ്പോൾ എല്ലാം നന്നായിരുന്നു. അങ്ങനെ 1977 ഒക്ടോബർ 5 ഈ പടം തുടങ്ങി, ഒരു ബുധനാഴ്ച. അപ്പം മേക്കപ്പൊക്കെ ഇട്ട് ദേവസേന മേക്കപ്പൊക്കെ ഇട്ട് ദേവസേന പറഞ്ഞു 9 മണിയാവട്ടെ ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. 9 മണിക്ക് ഷോട്ട് എടുത്തു എല്ലാം കൂടി. അപ്പം എൻ്റെ ഷോട്ട്സൊക്കെ എടുക്കുകയാണ്. രവിയണ്ണനാണ് ഹീറോ, രവികുമാർ. പുള്ളി വന്നില്ല. പുള്ളി എറണാകുളത്ത് നിന്ന് വരികയാണ്. അവിടെ 3 മണിയാവും. ഉച്ചയായപ്പം ശശിരൻ പറഞ്ഞു, ഇത് ഒരു ട്രെയിലർ പോലെയാണ്, വൈകുന്നേരം ഇത് കണ്ടിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയും. ഞാൻ പറഞ്ഞു റഷ് കാണണോ? അതെന്തിന്? അല്ല അങ്ങനെയാണ്, അതിൻ്റെ റഷ് കണ്ടിട്ട് വേണം എനിക്ക് ഡിസൈഡ് ചെയ്യാൻ. ഞാൻ ആകെപ്പാട് ഈ മനുഷ്യൻ എന്താന്ന് ഉറപ്പ് വന്ന് ചെയ്തൊരു സാധനം. അങ്ങനെയല്ല, ഉറപ്പല്ല, എനിക്ക് അങ്ങനെയല്ല. ഞാനിങ്ങനെ കാഷ്വലായിട്ടാ പോയിരിക്കുന്നത്. പക്ഷേ ഡാൻസിൽ കമാന്നൊരു വാക്ക് പറഞ്ഞില്ല. ഞാൻ ഹീറോയിൻ ആവാൻ പോകുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. എനിക്കെന്തറിയോ, എനിക്കതാണ് പ്രധാനം, ഇതല്ല. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ കമാൻഡ് നന്നായി. ഏതായാലും അവരുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇതൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. നമുക്ക് പ്ലീസ്. ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് രവിയണ്ണ വന്നു. രവിയണ്ണ വന്നിട്ട് 5 മണിയായപ്പോൾ ഒരു ഷോട്ട് എടുത്തു. അത് അറിയാം, അവളുടെ അവൾ ഒരു ജനലിൽ നിന്നിട്ട് ഒരു ഷോട്ടായിരിക്കും രണ്ടുപേരും സംസാരിക്കുന്നത്. ആദ്യത്തെ ഷോട്ട് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്, ഇതാണോ അച്ഛ, ഇതാണോ അമ്മ, പൊന്നുവച്ചിനെയും ബഹദൂർക്കേനെയും കാണിക്കും. അതാണ് ആദ്യത്തെ ഷോട്ട്. ഈ ഷോട്ടായപ്പം റെഡി 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 ഷോട്ട് റെഡി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങ് ഇതാക്കി. ഞാൻ ഉണ്ടോ ഇല്ലയോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ രവികുമാറിൻ്റെ അടുത്ത്, രവിയണ്ണൻ്റെ അടുത്ത്, അണ്ണാ ഒണ്ണാങ്കരി എന്നതേ അണ്ണാവാന്ന്. ഞാൻ പിന്നെ അണ്ണാന്ന് കൂപ്പിടക്കൂടാതാ? ഇല്ല അണ്ണാതാനാന്ന് ചോദിച്ചു. അണ്ണാതാ ഞാൻ இந்த படத்தில் இருக்கேனான்னு ചോദിച്ചു. തമിഴാ പറയുന്നത് മിക്കവാറും. இந்த படத்தில் இருக்காനാന്ന്. നീതാ ഹീറോയിൻ. சொல்ல മാട്ടാങ്ങളെ ഇവങ്ങെല്ലാം എന്ന് പറഞ്ഞു. പറയില്ലേ ഇവരൊന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അഭിനയിപ്പിക്കുന്നില്ലേ, അത് മതി, അങ്ങേരുടെ റൂഡ്. അപ്പം ഞാൻ അങ്ങനെ അഭിനയിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് അവളുടെ രാവുകൾ. അതായത് അവളുടെ രാവുകൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഫുൾ ഷൂട്ട് തീരുന്നവരെയും സീമ ചേച്ചിക്ക് നായികയാണെന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടില്ല. നായികയാണെന്നുള്ളത് അറിയാം, നായികയാണ്. പക്ഷെ അതിൻ്റെ ഒരു ത്രില്ലോ കമ്പോ അങ്ങനെയൊന്നും എനിക്കില്ല. നോർമൽ. ഇനിയും പറഞ്ഞാൽ അത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഇടയ്ക്ക് പോയി ഗ്രൂപ്പിൽ പോയി ഡാൻസ് ചെയ്തിട്ട് വരും. വേറെ പടത്തില് ഡാൻസ് ചെയ്തിട്ട് വരും, ഗ്രൂപ്പ് ഡാൻസ് ഗ്രൂപ്പില്. അയ്യോ, അങ്ങനെയാണ്. അപ്പം 11ാമത്തെ ദിവസം എൻ്റെ അമ്മ ചോദിച്ചു, നീ പോയിട്ട് എല്ലാവരും നടന്നാ പോന്നെ? ഞാൻ നടക്കും, ദേവസേന നടക്കും, വിപിൻദാസ് സാർ നടക്കും, സുഖുവേട്ടൻ നടക്കും, പപ്പേട്ടൻ നടക്കും, എല്ലാവരും നടത്തണ്ടാ വരുന്നേ. ദേവസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയുടെ കൂടെയുള്ള ജോർജിന്റെ അച്ഛൻ. എല്ലാവരും നടന്നാ വരുന്നേ. അപ്പൊ അമ്മ ചോദിക്കും,
നീ എന്തുവാ മോളെ പറയുന്നത്, നീ അഭിനയിക്കാനാണോ പോകുന്നത്? ഞാൻ പിന്നെ ആണമ്മ, ഞാൻ അഭിനയിക്കുന്നമ്മ, സത്യമായിട്ട് അഭിനയിക്കുന്നമ്മ. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ആൽബം കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴമ്മ വിശ്വസിച്ചേ. ഇത് ദിവസം നടക്കുന്നു, പോകുന്നു, ഡാൻസിലെങ്കിലും ഒരു കാറ് വരുന്നുണ്ട്, ഇത് ഒന്നുമില്ല ഹീറോയിനാണെന്നും പറയുന്നു, നടന്നു പോകുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. എന്നിട്ട് 11 ദിവസമൊക്കെ ആകുമ്പോൾ ഞാൻ പറയും, ശശിയേട്ടാ എനിക്ക് മറ്റേ പടത്തിൽ കണ്ടിന്യൂറ്റിയാണ്, എനിക്ക് പോകണം ഡാൻസിൽ എന്ന്. എന്നാ പൊയ്ക്കോന്ന് പറയും. പോയി ഡാൻസ് ചെയ്തിട്ട് വരും. കണ്ടിന്യൂറ്റി ഒന്നുമില്ല, ചുമ്മാ കാശിന് വേണ്ടി പോകും. ഞാൻ കണ്ടിട്ടുള്ള, ഞാനിപ്പം നമ്മൾ പല വല്ല അവാർഡ് നൈറ്റുകളിലോ അല്ലെ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പരിപാടിയിലൊക്കെ വന്നിട്ടുള്ളപ്പം ഈ സീമ ചേച്ചിയും അത്യാവശ്യം എന്താ നമ്മൾ പറയുന്നത്, ഈ തന്റേടി എന്ന് പറയുന്ന ഒരു പരിപാടി സീമ ചേച്ചിക്ക് ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്തുമാത്രം അന്നേ ഉണ്ട്. ശശി സാറും ഇത്രയും വളരെ വിപ്ലവകാരിയായ ഡയറക്ടറാണ്. ഇപ്പം ഞാനിപ്പോ ആമോദി പറഞ്ഞു, ഒരു കൊല്ലം 12 പടം എന്ന് പറഞ്ഞാൽ മാസത്തിലൊരു പടമായി, അതിൽ ഭൂരിപക്ഷവും ഹിറ്റായി. ഇതിനൊക്കെ ലൊക്കേഷൻ കാണണം, തിരക്കഥ സെലക്ട് ചെയ്യണം, ഡേറ്റ് എടുക്കണം, പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യണം, ഇതൊക്കെ ചെയ്യാണ്ട് ഒരു പടം ഇറങ്ങൂലല്ലോ. അപ്പൊ അദ്ദേഹവും ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു വലിയ കമാൻഡിങ് പവറും വലിയൊരു നിയന്ത്രണമൊക്കെ ഉള്ള ഒരാളാണ്. രണ്ടുപേരും ഇങ്ങനെ ആയി കഴിഞ്ഞാല് ഇതെങ്ങനെ നിങ്ങൾ തമ്മിൽ വഴക്കില്ലാണ്ട് പോകുന്നു? രണ്ടുപേരും ബിസി ആയതുകൊണ്ട് വഴക്കില്ല. വഴക്കിടാൻ നേരമില്ല. 12 പടം ചെയ്യുന്നതിനിടയിൽ എവിടെയിട്ട് വഴക്കില്ല.